Best Debut Director, Fasil Rasak for Tadava. I request the Honorable Chairman of Chalachitra Academy, Sri Ranjit, to give away the award. And the audience poll award goes to Tadava, directed by Fasil Rasak. ഫാസിലിൻ്റെ ആദ്യത്തെ ഫീച്ചർ സിനിമയാണ് തടവ്. അത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡും കിട്ടി, പ്രേക്ഷക പ്രീതിയുള്ള സിനിമയ്ക്കുള്ള അവാർഡും കിട്ടി. ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു വലിയ അഭിപ്രായവും പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് എന്തു തോന്നുന്നു? ഒരു തിയേറ്റർ ഓഡിയൻസ് അല്ല അതിനാദ്യം കണ്ട അഭിപ്രായം പറഞ്ഞത്, ഒരു സിനിമയെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന, സിനിമ കാണാൻ വേണ്ടി മാത്രം ഒരു വേദിയിൽ വരുന്ന പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള പുരസ്കാരങ്ങളാണ് അത് രണ്ടെന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു ഇപ്പം? വളരെ സന്തോഷം തന്നെയായിരുന്നു. കാരണം നമ്മൾ ആദ്യ സിനിമയാണ്, അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് അനൗൺസ് ചെയ്ത സമയത്ത് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അങ്ങനെ പോയി. ശേഷം ഓഡിയൻസിൻ്റെ ഇതും കൂടി കിട്ടിയപ്പോൾ നമുക്ക് ഒന്നുകൂടി ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന അവാർഡാണല്ലോ. അപ്പം അത് എന്താ പറയാ, അത് സന്തോഷം തന്നെ. ഇതിനു മുമ്പ് 2 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, അതും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള 2 പടങ്ങൾ തന്നെയാണ്. ഇതിൽ 3ന്റെ ഒരു പ്രത്യേകത തോന്നിയത്, ഇപ്പോൾ അതിര്, പിറ, തടവ്, ഈ 3ലും സ്ത്രീകളാണ് ഇതിനകത്ത് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പല പ്രായത്തിലുള്ള സ്ത്രീകളുടെ ഒരു ഭയങ്കര സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും. പൊതുവെ നമ്മൾ പറയാറുണ്ട്, സ്ത്രീകളെ കുറിച്ച് എടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് എഴുതുന്ന എഴുത്ത് ഒക്കെയാണ് അതിൻ്റെ ഒരു സ്വത്വം ഉൾക്കൊള്ളുക എന്നൊക്കെ പറയും. പക്ഷേ ഇത് നിങ്ങളെങ്ങനെയാണ് ആ രീതിയിൽ കൺസീവ് ചെയ്തെന്നുള്ളത് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അതിനകത്തേക്ക് ഇമോഷൻസ് ആയിട്ടും ഒക്കെ കൊണ്ടുവരാൻ, പൊളിറ്റിക്സ് ആയിട്ടൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് അത് 3ഉം ഒരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമയായി മാറിയത്? അതങ്ങനെ സംഭവിച്ചു പോയതാണ്. കാരണം സ്ത്രീയെ കുറിച്ചൊരു സിനിമ എടുക്കുക എന്നുള്ള രീതിയിലെല്ലാം ചിന്തിച്ച്. കാരണം ഇപ്പം അതിലാണെങ്കിലും എൻ്റെ സുഹൃത്തിന് സംഭവിച്ചൊരു സംഭവമാണത്. അപ്പം അത് പെൺകുട്ടിയാണ്, മൊട്ടടിച്ചു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു 10 വയസ്സുള്ള നമ്മുടെ കേന്ദ്ര കഥാപാത്രം 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് മാറും. മറ്റേ പിറയിലേക്ക് വരുമ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള, അപ്പം അതൊരു പെൺകുട്ടിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി അത് കൺവിൻസിങ് ആയിട്ട് തോന്നും. അപ്പം നമ്മളങ്ങനെ ചെയ്താൽ. ഇതാണെങ്കിൽ ഒരു അംഗനവാടി ടീച്ചറാണ്, നമുക്ക് അറിയുന്നവരൊക്കെ സ്ത്രീകളാണ് അംഗനവാടി ടീച്ചേഴ്സ് എല്ലാവരും. അപ്പം അങ്ങനെ അതും അങ്ങനായി മാറിയതാണ്. സിനിമ നിങ്ങൾ UC കോളേജിൽ പഠിച്ചത്? ഞാൻ BSc മാത്സ് ആയിരുന്നു. അപ്പം എൻ്റെ ഒപ്പം ഉള്ളവരെല്ലാവരും മറ്റേ സൈക്കോളജി, സുവോളജി, മലയാളം, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരായിരുന്നു. ആ ഒരു സിനിമ അങ്ങനെ സിനിമയായിട്ട് പഠിച്ച ആൾക്കാരല്ല, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് ഇങ്ങനെ സ്പോർട്ട് കോമ്പറ്റീഷനൊക്കെ പോയി യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ ചെറുതായി ഇങ്ങനെ പഠിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് അതിരാണ്. അത് ഞങ്ങൾ പഠിച്ചിറങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതുവരെ നമ്മളിങ്ങനെ ഇതെങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്താണ്. ഈ പുതിയൊരു തലമുറ, ഇപ്പം മൊബൈൽ ഫോൺ വന്നതിന് ശേഷം, ഡിജിറ്റൽ ക്യാമറയൊക്കെ വന്നതിന് ശേഷം പൊതുവേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വിഷ്വൽ ലാംഗ്വേജിനോടാണ് കൂടുതൽ ഈ ഒരു തലമുറയ്ക്ക് അടുപ്പം എന്ന് തോന്നാറുണ്ട്. നിങ്ങൾക്ക് വായനയാണോ ഈ കാഴ്ചകളാണോ കൂടുതൽ നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ളത്? നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൂടുതലും സിനിമകൾ തന്നെയാണ്. സിനിമകളാണ് നമ്മൾ ഒരുപാട് ഇൻസ്പയർ ആവാറ്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ലിറ്ററേച്ചർ എല്ലാം വരുന്നുണ്ടല്ലോ, എല്ലാ രീതിയിലുള്ള സാധനങ്ങളും വരുന്നുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കുകയാണെങ്കിലും സിനിമ കണ്ടിട്ടാണ് സ്ക്രിപ്റ്റിൻ്റെ ഒരു നെഗറ്റീവ് എല്ലാം പഠിച്ചെടുക്കുന്നത്. അപ്പോൾ സിനിമ തന്നെയാണ് കൂടുതൽ എന്നെ എൻ്റെ ഒപ്പം ഉള്ളവർ സ്വാധീനിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാത്സ് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരിയറിലേക്ക് പോകാതെ സിനിമയിലേക്ക് വരാം, അതൊരു കരിയറായിട്ട് പ്രൊഫഷനായിട്ട് എടുക്കാം എന്നൊക്കെ തീരുമാനിക്കാൻ എന്താ കാരണം?
അല്ല, സിനിമ തന്നെ ചെയ്യണമെന്നുള്ള രീതിയിലാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയത്. പക്ഷെ നമുക്ക് കിട്ടിയത് മാത്സ് ആയിരുന്നു. അത് സൈഡാക്കിയിട്ട് ഫുൾ ടൈം സിനിമ അതിന് പറ്റിയ കൂട്ടുകാർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ കോളേജിൽ ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിൽ അതായിട്ട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിക്കും. അപ്പൊ നമ്മളങ്ങനെ ആദ്യം ഒരുപാട് പേരുണ്ടായിരുന്നു, പിന്നെ അവസാനമൊക്കെ ആയപ്പോ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. അവരെന്നെയാണ് നമ്മുടെ ഇപ്പം ഇപ്പോഴും ഉള്ളത്. അവർക്കൊക്കെ സിനിമയായിരുന്നു ആഗ്രഹം. അപ്പൊ അങ്ങനെ പുറത്തുള്ള സിനിമകൾ ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ഉള്ളൊരു നമ്മുടെ തിയേറ്ററിൽ വരുന്ന മലയാള സിനിമകളൊക്കെ തന്നെയായിരിക്കുമല്ലോ നമ്മൾ ആദ്യം കാണുന്നുണ്ടാവുക. ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ചെറുപ്പത്തിലെ തൊട്ടിട്ടൊക്കെ തന്നെ ഇങ്ങനെ കാണലുണ്ടാവും? ഇല്ല, എനിക്ക് ഇപ്പൊ എന്റെ ടീം മെമ്പേഴ്സിന് ഒരുപാട് പേര് അവർ ചെറുപ്പത്തിലെ ലോക സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മള് പതുക്കെയാണ് മലയാളത്തിന് പുറത്തുള്ള സിനിമകൾ, കേരളത്തിന് പുറത്തുള്ള സിനിമകൾ ഞാൻ കാണുന്നത്. പിന്നെ നമ്മള് ഷോർട്ട് ഫിലിം ആയിട്ട് IDSFK പോയിണ്ടായിരുന്നു 2018. അപ്പോഴാണ് നമ്മൾ ഈ ടൈപ്പ് സിനിമകളുണ്ടല്ലോ എന്നൊക്കെ അറിയുന്നത്. കാരണം ഷോർട്ട് ഫിലിം ആണെങ്കിലും അത് ഞങ്ങൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ചെയ്ത സിനിമയാണ്. കുയില് പുറത്ത് എന്റെ ഫ്രണ്ടിന്റെ വർക്ക്. അങ്ങനെ നമ്മള് വളരെ 3 ദിവസം കൊണ്ടൊക്കെ എടുത്തൊരു സംഭവമാണ്. പക്ഷെ അത് സെലക്ഷൻ കിട്ടി ക്യാമ്പസ് കാറ്റഗറിയിൽ. നമ്മള് ക്യാമ്പസിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ. അപ്പൊ അവിടെ പോയപ്പോഴാണ് മറ്റുള്ള സിനിമകളൊക്കെ കാണുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള സിനിമകളൊക്കെ, ചെറിയ സിനിമകളാണെങ്കിലും അങ്ങനെയുള്ള സിനിമകൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഇൻസ്പയർ ആയി അങ്ങനെയാണ് അതിലെടുക്കുന്നത്. ഐ മീൻ അവരൊക്കെ ഇപ്പൊ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ നല്ലൊരു സിനിമ ആവണം എന്നുള്ള രീതിയിലാണ് അതിലേക്ക് വരുന്നത്. ഈ നല്ല സിനിമ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഈ നല്ല സിനിമയുടെ ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാവാം സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ. പക്ഷെ ബേസിക്കലി വിഷ്വൽ ലാംഗ്വേജിൽ കൂടെ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു നിലവാര തകർച്ചേനെ പറ്റിയിട്ടൊക്കെ. പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ ഗംഭീര സിനിമകളും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നല്ല സിനിമ എപ്പോഴൊക്കെയാണ് നല്ലതെന്ന് നമ്മൾ പറയാന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു ഫീലിങ്സ് കിട്ടുകയാണെങ്കിൽ നല്ല സിനിമയായിട്ട് കണക്കാക്കപ്പെടും. അത് ഏത് ജോണറാണെങ്കിലും നമുക്ക് സിനിമ കണ്ടിട്ട് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ സിനിമയെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ആ സിനിമ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ഫീലിങ്സ് തരികയാണെങ്കിലും അത് നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ കാണും. തടവിലേക്ക് വരുന്ന സമയത്തെ അതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അംഗൻവാടി ടീച്ചറാണ്. അത് പ്ലേസ് ചെയ്യാൻ ഞാൻ മുമ്പ് ഒരു അംഗൻവാടി ടീച്ചേഴ്സിനെ കുറിച്ചും അംഗൻവാടികളെ പറ്റിയിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കുറെ സ്ട്രഗിൾസ് ഉണ്ട്. അവരുടെ 2 തരം, ഇപ്പൊ നമ്മൾ സ്ത്രീകളുടെ ഇരട്ട ജീവിതം എന്ന് പറയില്ലേ, തൊഴിൽ ജീവിതവും കുടുംബ ജീവിതവും ഭയങ്കര. ഇവിടെ 2ലും ഒരേ തരം തൊഴിലെടുക്കേണ്ടി വരുന്ന ആളുകളാണ് അംഗൻവാടി ടീച്ചേഴ്സ്. വീട്ടിലെടുക്കുന്ന അതേ പണി തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തും എടുക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക തരം കാറ്റഗറിയാണ്. അതിനനുസരിച്ച് 2 സ്ഥലത്തും അവരർഹിക്കുന്ന വാല്യൂ കിട്ടാറുമില്ല, പണമായിട്ടും കിട്ടാറില്ല. ഏറ്റവും കുറവ് ശമ്പളമുള്ള ഒരു തൊഴിൽ മേഖല കൂടിയിട്ടാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ. അപ്പോൾ ഇത് അംഗൻവാടി ടീച്ചറുടെ കഥയായിട്ട് പറഞ്ഞതാണോ, ഒരു സ്ത്രീയുടെ തൊഴിലിടം അംഗൻവാടി ആവണമെന്ന് തീരുമാനിച്ചതാണോ? എങ്ങനെയാ അത് വന്നേ? ആ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വന്നു ചോദിക്കും. ഇപ്പൊ ഒരു കഥ രൂപപ്പെടുമ്പോ നമുക്ക് അങ്ങനെ ചിലപ്പോ ഏതെങ്കിലും ചെറിയൊരു ഐഡിയ ഉണ്ടാവുള്ളൂ, പിന്നീട് മറ്റൊരു ഐഡിയ വരും. അപ്പൊ ആദ്യം നമുക്ക് ഒരു അംഗനവാടി ടീച്ചറുടെ കഥ പറയാം എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. പിന്നെയാണ് ഇച്ചിരി കോംപ്ലക്സ് ഉള്ള ക്യാരക്ടറിലേക്ക് മറ്റു എലമെന്റ്സ്. അതെ അതെ. പിന്നെ നമുക്ക് ഇതിൽ ഏതാണ് ആദ്യം വന്നത് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ അങ്ങനെ 2 തവണ വിവാഹമോചിതമായിട്ടുള്ള ഒരാള് അതാവും ചിലപ്പോൾ ആദ്യം കിട്ടിയിട്ടുണ്ടാവുക. ശേഷം അംഗനവാടി, അവർക്കൊരു തൊഴിൽ വേണമല്ലോ, അപ്പൊ അംഗനവാടി ടീച്ചർ. അപ്പൊ നമുക്കറിയുന്ന ഇപ്പൊ എന്റെ അനിയത്തിയുടെ കുട്ടീനെ അംഗനവാടിയിലേക്ക് കൊണ്ടാക്കുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു അത്. ചിലപ്പോ അതാവും ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ രൂപപ്പെട്ടു വന്നത്. അപ്പോ പിന്നെ നമ്മുടെ ആ ഒരു 1 ലൈൻ ഇതിൽ ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ. നിങ്ങളുടെ തന്നെ തോട്ടാണോ ഈ 1 ലൈൻ? അതായത് ഇത് ആക്ച്വലി ഇത് കേരളത്തിൽ ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ചെറിയൊരു ക്രൈം ചെയ്യുന്ന ആ ഒരു പരിപാടി. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ആ ഒരു കഥ അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കാസ്റ്റിംഗ് ക്രൂ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അങ്ങനെ സിനിമ ചെയ്യാന്ന് വിചാരിച്ചു. ഇതില് ആ മെയിൻ ക്യാരക്ടർ ചെയ്ത ബീന ചന്ദ്രൻ, അവരുടെ ക്യാരക്ടറൈസേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ സിനിമേനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിന്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയാവുന്ന സംഗതി അവരുടെ ക്യാരക്ടറാണ്. അവരെ എങ്ങനെയാ കണ്ടെത്തുന്നത്? അവരുടെ ഒരു പൊട്ടൻഷ്യൽ ഇത്രത്തോളം ഉണ്ടെന്നൊക്കെ എങ്ങനെയാ മനസ്സിലാവുന്നത്?
അത് എൻ്റെ 2 ഷോർട്ട് ഫിലിമിലും അവരുണ്ടായിരുന്നു. ഇരുന്നല്ല നമ്മുടെ ലീഡായിട്ടുള്ള മറ്റു 2 പേരും അതിരിലും ഉണ്ടായിരുന്നു, പിറയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ പണ്ടേ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വിചാരിച്ചു ഇവര് എന്തൊക്കെ കാണിക്കണം, അഭിനയിക്കുമ്പോൾ വേറെ രീതിയിലൊക്കെയാണ് നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടിലപ്പുറം വേറെ രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെയാണ് അവർ തരുന്നത്. അപ്പൊ പണ്ട് മുതൽ നമുക്ക് സിനിമ ചെയ്യുമ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ അവരാണ് ഈ റോൾ ചെയ്യുന്നത്. മറ്റേ കൂട്ടുകാരൻ റോള് ഇയാളാണ് ചെയ്യുന്നത്, മറ്റേ ഹംസ എന്നുള്ള ക്യാരക്ടർ ഇയാൾ ചെയ്യും, ഉമ്മ എന്നുള്ള ക്യാരക്ടർ ടീച്ചർ ചെയ്യും. അപ്പൊ അത് ആക്ച്വലി ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. അത് അവരെ നേരത്തെ കണ്ട് സംസാരിച്ചപ്പോഴേ അവര് 3 പേരും റിയൽ ലൈഫിലും ഭയങ്കര സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ്. അല്ല അവര് ഇപ്പൊ നമുക്ക് സിനിമ ഭയങ്കര ശക്തമാണെങ്കിൽ ഒരുപാട് നമുക്ക് ലേയേഴ്സ് ഒക്കെ വേണം. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. കാരണം ആ ഒരു പ്രായത്തില് ഞാൻ അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ. അപ്പൊ അത് സിനിമയിൽ വേറെ രീതിയിൽ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. അത് അവരെ തന്നെ അഭിനയിപ്പിക്കാൻ പറ്റിയപ്പോൾ അത് പിന്നെ അവരെ പരസ്പരം അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. വേറെ ഇൻഹിബിഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെ എഴുത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അവര് കണ്ടുപിടിക്കും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അവരൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ. ഈ 3 സിനിമയിലും സൗഹൃദത്തിന്റെ വലിയ എലമെന്റ്സ് ഉണ്ട്. അതിരിലും 2 കുട്ടികൾ തമ്മിലുള്ള ഭയങ്കര രസമുള്ള ഏറ്റവും അവസാനത്തെ ഷോട്ടില് ഞാനും കൂടി മുട്ടയടിക്കണമെന്ന് ചോദിക്കുന്ന അത് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ മറ്റതിനകത്തും ഇവര് തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൗഹൃദം. പിന്നെ ഈ പ്രായത്തില് 50 വയസ്സുകാരുടെ ഒരു വലിയ സൗഹൃദത്തിന്റെ ഈ സൗഹൃദത്തിന് എങ്ങനെയാ? എനിക്ക് എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുവിധം അങ്ങനെയുള്ള ആളുകളാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനത്തെ സുഹൃത്തുക്കളെയാണ്. അപ്പൊ അതൊക്കെ നമ്മളറിയാണ്ട് നമ്മുടെ സിനിമയിൽ വരുന്നു. അതാവും മുമ്പ് കണ്ടിട്ടുള്ള അപ്പോൾ നമ്മളെ സിനിമ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ കാഴ്ചയിൽ. ഇതുപോലെയൊക്കെ ആയിരിക്കണം നമ്മളെടുക്കുന്ന സിനിമകൾ, നമ്മളെടുക്കുന്ന വിഷ്വൽസ്. അങ്ങനെയൊക്കെ മലയാളത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമാക്കാരും സിനിമകളൊക്കെ ഏതൊക്കെയാണ് ആദ്യമൊക്കെ കണ്ടിട്ടുള്ളത്? ഒരുപാട് സിനിമകളുണ്ട്. ഒരുപാട് ഫിലിം മേക്കേഴ്സ്, ഒരുപാട് സിനിമകൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചതും സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചൊക്കെ സിനിമകളൊക്കെ തന്നെയാണ്. ഒരുപാട് സിനിമകളുണ്ട്. അത് ഒരുപാട് പറയുകയാണെങ്കിൽ മലയാളത്തില് അന്നേ റസൂലൊക്കെ ഇഷ്ടമാണ്. പിന്നെ തൊണ്ടി മുതൽ ഇഷ്ടമാണ്. ഈ മയ്യോ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഈ ഫിലിം മേക്കേഴ്സും രാജീരവി, ദിലീഷ് പോത്തൻ, പല്ലിശ്ശേരി അവരൊക്കെ ഞാനല്ല എൻ്റെ പിള്ളേരൊക്കെ ഫാൻസാണ്. നമ്മള് ഇടികൂടിയിട്ടൊക്കെ ഒരു സിനിമ കാണുന്നതാണ് തിരക്കിലൊക്കെ. അതിനു മുമ്പുള്ള കാലത്തെയോ ഇപ്പൊ ഒരു 70s 80s സിനിമകൾ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമക്കാരൊക്കെ ഉണ്ടായിട്ട് അവരുടെ തോട്ടും അവരുടെ വിഷ്വൽ ട്രീറ്റ്മെന്റും ഒക്കെ കൂടുതലും ഈ പറഞ്ഞ ഈ 3 പേരുടെയാണ് എനിക്ക് കൂടുതലും സാധിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ബോധം വരുമ്പോ ഇവരാണല്ലോ ഇൻഡസ്ട്രിയില് പീക്കിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മള് സിനിമ പഠിച്ചു വരുമ്പോഴൊക്കെ ഇവരെ സിനിമകളാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഇവരെ സിനിമകളാണ് എനിക്ക് പേഴ്സണലി സ്വാധീനിച്ചിട്ടുള്ളത്. പഴയ സിനിമകളൊക്കെ പിന്നീട് നമ്മൾ കാണുമ്പോഴൊക്കെ ഭയങ്കര ഞെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. നല്ല സിനിമകളാണല്ലോ. ആദ്യം എടുത്ത ഒരു സിനിമേന്റെ ഫോർമാറ്റിൽ തന്നെ വന്നിട്ടുള്ള സിനിമയായിട്ട് തന്നെ എടുത്തിട്ടുള്ള തീമും അതിന്റെ പരിപാടിയൊക്കെ എന്തായിരുന്നു? ഈ 3 പടമല്ല ഞാൻ ചോദിച്ചത്, അല്ലാണ്ട് നമ്മൾ എടുത്ത് പരിചയിച്ചിട്ടുണ്ടാവുമല്ലോ. എടുത്ത് പരിചയിക്കുമ്പോൾ നമ്മളൊരു 3-4 സിനിമകളുടെ റെഫറൻസ് എടുക്കും. അപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആ രീതിയിൽ റെഫറൻസ് അല്ലെങ്കിൽ പഠനം നടത്തും. സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ, അത് എഡിറ്റിംഗ് ആണെങ്കിൽ, ഇപ്പൊ നമ്മളെ ഷോട്ടുകളാണെങ്കിലൊക്കെ അങ്ങനെ നമ്മൾ പഠിച്ചെടുക്കാണല്ലോ. അപ്പൊ ഇതൊരു പ്രത്യേക രൂപത്തിലായി മാറും. ഒരുപാട് സിനിമകളുടെ ഇതും പിന്നെ നമ്മളുടെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് പിന്നീട് നമ്മളതൊന്നും ഇങ്ങനെ പതുക്കെ പഠിച്ചെടുത്തു. നമ്മുടെ രീതി തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്താലാണ് ഏറ്റവും വർക്കാവുക. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫോർമാറ്റിൽ എടുക്കുന്ന സിനിമ അതിൽ തന്നെയാണ്. അതുവരെ നമ്മളെടുത്തത് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം. അതിന് നമുക്കിങ്ങനെ നമ്മൾ പഠിച്ചെടുത്താണ്ട് തന്നെ അതിന് പ്രത്യേക ഫോർമാറ്റ് അങ്ങനെ ഒന്നുമില്ല. ബേസിക്കലി ഒരു കഥ പറഞ്ഞു അത്രേ ഉള്ളൂ എല്ലാത്തിലും. ആരുടെങ്കിലും കൂടെ അസിസ്റ്റൻസ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് അക്കാദമിക് ആയിട്ട് പഠിച്ചിട്ടുമില്ല, സിനിമേന്റെ നമ്മുടെ ഈ സോക്കോൾഡ് കൂടെ നിന്ന് പഠിക്കുക എന്നുള്ള പരിപാടിയിൽ പോയിട്ടുമില്ല, ചെയ്തു പഠിച്ചാണ്. അപ്പൊ ഇതൊരു ഇൻഡസ്ട്രിയും കൂടിയിട്ടാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു മികച്ച സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതിന്റെ വിഷ്വൽ ട്രീറ്റ്മെന്റുകളുടെ മാത്രമല്ല, അതൊരു ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുമ്പോൾ അതിന് വേണ്ട കുറെ മറ്റ് എലമെന്റ്സ് ഉണ്ടല്ലോ. അതിനെയൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുകയും അത് ഒരു ഷൂട്ട് കാണാതെ എങ്ങനെ, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത്
പല രീതിയിൽ നമ്മളെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഇത്രയും പേര് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് പക്ഷെ സിനിമ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം. ഇപ്പൊ കോസ്റ്റ്യൂമിന് ആൾ വേണം, ആർട്ട് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം, സൗണ്ട് ചെയ്യണം, അങ്ങനെ. അപ്പൊ അതൊക്കെ അറിയുന്നോണ്ട് അവരെ നമ്മൾ വെക്കും, എല്ലാരും കൂടി നമ്മൾ ചെയ്യും. പക്ഷെ പുറത്തെ സിനിമ എങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്കറിയില്ല, അവരുടെ പരിപാടികൾ നമുക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ കൊമേഴ്ഷ്യൽ സെറ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകളെയും ബഹളമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേറെ രീതിയിലുള്ള സംഭവമാണ്. നമ്മൾ സിനിമക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച്. അതായത് ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പൊ വലിയ ഇൻഡസ്ട്രിക്കകത്ത് സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റുകൾ, പ്രൊഫഷണൽ യൂണിറ്റ്സ് ഉണ്ടാവും, അത് ഒരു പാക്കേജ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് അതൊന്നും ഇല്ലാതെ നമ്മൾ ഓരോരുത്തരായിട്ട് സംഘടിപ്പിക്കുകയല്ലേ ചെയ്തേക്കുന്നത്? നമുക്ക് ഈ സിനിമയിൽ ചെറിയൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു, ക്യാമറ യൂണിറ്റ് ഉണ്ടായി, മറ്റേ ലൈറ്റിന്റെ ഒരു യൂണിറ്റ് ഉണ്ടായി. കാരണം അത് നമുക്ക് പ്രോപ്പറായിട്ട് സിനിമ എന്നുള്ള രീതിയിൽ തന്നെ വരണം, പക്ക ഒരു ആർട്ട് ഹൗസ് സിനിമ എന്നുള്ള രീതിയിലല്ലാണ്ട് എല്ലാവർക്കും എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ സിനിമ മാത്രമല്ല, ബേസിക്കലി എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ സിനിമ ചെയ്തത്. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആക്ടേഴ്സ്, അപ്പൊ അവരെ ചെയ്തു എന്നുള്ളത് മാത്രം. അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ പറയുന്ന കൊമേഴ്സ്യൽ പരിപാടിയിലേക്ക് തന്നെയാണല്ലോ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. ആർട്ടിസ്റ്റുകളുടെ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ സംവിധായകര്, ക്യാമറ പേഴ്സൺ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഇവരൊക്കെ ഇവർ ഏതെങ്കിലും ഒരു ഭയങ്കര പേരുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ മാർക്കറ്റിൽ വിറ്റുപോകുന്നൊക്കെ ഉള്ള ഒരു സംഗതി. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടക്കുക, പ്രൊഡ്യൂസർ വരിക. അപ്പൊ അതൊക്കെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, നമ്മള് ഒന്നാമത് ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരിലേക്ക് എത്തിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനിത് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവരെ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഈ ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പൊ അത് മറ്റേതാകുമ്പോൾ ഒരുപാട് പുറത്തുള്ള പ്രഷർ, ആർട്ടിസ്റ്റിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇതൊന്നുമില്ല. നമ്മളൊരു മാസം നാടൻ ചെയ്യുന്ന പോലെ സിനിമ ചെയ്ത് നമ്മൾ പരസ്പരം സംസാരിച്ചൊക്കെ എല്ലാവർക്കും സിനിമയെ കുറിച്ച് ഫുൾ ഐഡിയക്ക് ശേഷമാണ് നമ്മൾ ഷൂട്ടിലേക്ക് തന്നെ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല, സ്മൂത്ത് ആയിട്ട്. അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ സമീപിച്ചതേ ഇല്ല. പ്രൊഡ്യൂസർ നമുക്ക് വന്നിരുന്നു, 2-3 പേര് വന്നിരുന്നു. അപ്പൊ ഇവരെല്ലാം അവസാന ഘട്ടത്തില് നമ്മുടെ ലീഡ് ആക്ടറെ മാറ്റണം എന്നുള്ളൊരു ഇത് വെച്ചു. പക്ഷെ നമുക്ക് ടീച്ചർ വെച്ച് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതില് നിങ്ങളും കൂടി ചേർന്നിട്ടാ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? നമ്മുടെ അതിര് കണ്ടിട്ടാണ് ഒരു കോ പ്രൊഡ്യൂസർ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചേ? ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാരും കൂടി ചെയ്യണം. അല്ല, ഞാനിതൊരു ഒരു ബിസിനസ്സും കൂടി ആയതുകൊണ്ട് ചോദിക്കണേ. അപ്പൊ നമുക്കത് അടുത്ത സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുനിന്നുള്ള റിട്ടേൺസ് വേണ്ടി വരുമല്ലോ. റിട്ടേൺ അല്ലെങ്കിലും ഈ സിനിമ കണ്ടിട്ടെങ്കിൽ അടുത്ത സിനിമ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തന്നെ ചെയ്ത് കുറെ ശരിയായി. ഓക്കെ. ഈ 3 സിനിമേന്റെ അകത്ത് ഈ നാട് ഭയങ്കരമായിട്ട് ഉണ്ട്. അതിനകത്തെ ഭാരതപ്പുഴയും എന്താ പറയാ, വിഷ്വൽസ് എല്ലാം അതും കൂടി ക്യാരക്ടർ ആയിട്ട് അതിനകത്തേക്ക് വരുന്നുണ്ട്. നാട് നിങ്ങൾ എത്രത്തോളം വിഷ്വലി സ്വാധീനിച്ചിട്ടുണ്ട്? നാട് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എഴുതുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ആ ലൊക്കേഷനും കൂടി കൂട്ടിയിട്ടാണ് എഴുതാറ്. അതാ ആ സ്ഥലത്താണ്, ഭാരതപ്പുഴയാണ്. നമുക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത് വിഷ്വലി ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. സാധാരണ മെയിൻ സ്ട്രീം സിനിമയിൽ ഭാരതപ്പുഴ കാണുന്നത് പോലെ അല്ല ഈ സിനിമയിൽ ഭാരതപ്പുഴ. അത് നമ്മളെ ഭാരതപ്പുഴ എന്നല്ല, എന്ത് പരിപാടിയാണെങ്കിലും ഭയങ്കര ലൗഡാവരുത്, സിമ്പിളായിട്ട് അങ്ങനെ പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് ഏത് രീതിയിലാണെങ്കിലും. നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സ്, സ്ത്രീ, അതൊക്കെ ചുമ്മാ ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ കാണണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ 2 ഷോർട്ട് ഫിലിമിനകത്തെ മറ്റേന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് പൊളിറ്റിക്സ് പറയുന്ന സിനിമകളാണ്. അത് ഭയങ്കര സട്ടിലായിട്ടാണ്, അതിശക്തമാണ്. ഒരു തരത്തിലുള്ള മുദ്രാവാക്യം വിളികളും ഇല്ലാതെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആ മതത്തിനകത്ത് നിന്നുകൊണ്ടുള്ള എന്താ പറയാ ഒരു ശിരോവസ്ത്രം എന്ന് പറയുന്ന സംഗതിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്നുള്ള സംഗതിനെ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും മറ്റു പലതരത്തിലാണ് മെയിൻ സ്ട്രീം സിനിമയിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഭയങ്കര സട്ടിൽ, അതിന്റെ കൂടെ നിന്നിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് തോന്നിയത്. അപ്പൊ ആ പൊളിറ്റിക്സ് ആണോ മുന്നിട്ട് നിന്നത്? ഈ പറയുന്ന പോലെ ഇമോഷൻസിൽ അതെനിക്ക് തോന്നിയില്ല. ഇമോഷൻസ് മാത്രമാണ് അതിന്റെ ഒരു സംഗതി എന്ന് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പൊളിറ്റിക്സ് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പേഴ്സണലി ഹ്യൂമൻ ഇമോഷൻസ് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അതങ്ങനെ വെറുതെ പറഞ്ഞു പോകാണ്ട് നമുക്ക് ബലത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ചെറുപ്പം മുതലേ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ആളാണ്. അപ്പൊ നമുക്കറിയാം ആ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമയിൽ അങ്ങനെ വന്നതാണ്. അപ്പൊ ആ ഒരു കുട്ടിയുടെ കഥ പറയുമ്പോൾ ആ ഫാമിലി അതെല്ലാം ഉൾപ്പെടുമല്ലോ. അപ്പൊ വിദ്യാഭ്യാസം, വസ്ത്രത്തിന്റെ ഇഷ്യൂസ് എല്ലാം അങ്ങനെ വന്നു ചേർന്നതാണ്.
നമ്മുടെ പണ്ടത്തെ ഒരു എന്താ പറയുക, ഒരു 80s 90s വരെയൊക്കെയുള്ള മുസ്ലിം ഫാമിലി, ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ളതാ, നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിം ഫാമിലികളിലൊന്നും ഇതുപോലെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ വെറുതെ ഒരു തട്ടമിട്ട് 2 സ്ലൈഡൊക്കെ കുത്തിയിട്ട് വരുന്നിരുന്ന കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ തട്ടത്തിൻ്റെയൊക്കെ സ്വഭാവമൊക്കെ മാറി ഒരു മുഖം മാത്രം കാണുന്ന രീതിയിലുള്ള തട്ടത്തിലേക്കും മക്കനയിലേക്കും മറ്റേ ഇതിലേക്കൊക്കെ പർദ്ദയിലേക്കൊക്കെ മാറുന്നൊരു സംഗതിയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഭീകരമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. ചോയ്സ് ആണെന്നൊക്കെ പറയുമെങ്കിൽ പോലും മതം ഭയങ്കര കർശനമാവുന്നതിൻ്റെ സൂചനയും കൂടിയിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ മതത്തിനകത്ത് നിന്നുകൊണ്ട്? അല്ല, എനിക്കത് ഞാനിപ്പോൾ പണ്ടൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റിയിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പം അങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പം അത് എനിക്കിങ്ങനെ ഞാനിപ്പോൾ 2 രീതിയിലും ചിന്തിക്കാറുണ്ട്. പണ്ട് നമ്മൾ ആ ഒരു എല്ലാവരും കുറ്റപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചും കൂടി അവരുടെ ഭാഗത്തും കൂടി നോക്കുമ്പോൾ അതൊന്നും കൂടി പഠിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒറ്റ ഇതില് ഈ സിനിമയ്ക്ക് വെറുതെ കഥ പറഞ്ഞു പോകുന്ന സിനിമകളുണ്ട്, പക്ക എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുള്ള സിനിമകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. പക്ഷെ ഒരു സിനിമ പിന്നീടുള്ള കാലത്ത് വാല്യൂ ചെയ്യപ്പെടുക അതിൻ്റെ അകത്ത് പറയുന്ന പൊളിറ്റിക്സ് കൊണ്ടും അതിൻ്റെ ക്രാഫ്റ്റ് കൊണ്ടും അതിൻ്റെ മേക്കിംഗ് കൊണ്ടൊക്കെ തന്നെയാണ്. മറ്റേത് ഒരു ടൈമിൽ വന്നു പോകുന്ന ഒരു സംഗതി മാത്രമാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന സിനിമയിൽ എന്തായിരിക്കണം മുന്നോട്ട് നിൽക്കണം എന്ന് തോന്നിയിട്ടുള്ള, അതിൻ്റെ ഒരു പൊളിറ്റിക്സിന് എത്രത്തോളം ഒരു സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു കല എന്നുള്ള രീതിയിൽ? ഇപ്പം നമ്മൾ ഒരു പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ലെങ്കിലും ഫിലിം മേക്കർ പൊളിറ്റിക്സ് സിനിമയിൽ കാണാൻ പറ്റും. അതെ, പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും. അപ്പൊ നമ്മള് പൊളിറ്റിക്സ് പറയണ്ട, തന്നെ വന്നോളത്. അപ്പൊ ഞാൻ കഥ പറഞ്ഞു പോവുക എന്നുള്ള രീതിയിലാണ് സിനിമകൾ ചെയ്യാറ്. പക്ഷെ അത് എപ്പോഴും കാണുമ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സാധനങ്ങൾ പുതിയതായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ കാസ്റ്റായിട്ടും ക്രൂവായിട്ടും ഒരുപാട് ഡിസ്കഷന് ശേഷമാണ് സിനിമകൾ ചെയ്യാറുള്ളൂ. നമ്മളൊരാളുടെ ഐഡിയയിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. പക്ഷെ അത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒരു 100 വട്ടം ചെക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ ഇറങ്ങാറുള്ളൂ. കാരണം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇത് കണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് തോന്നണം. 10 വർഷം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിലും അത് പുതിയ സിനിമ പോലെ ഫീൽ ചെയ്യണം. അപ്പം അത് ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. വെറുതെ ചെയ്യാണ്ട് നമ്മളാ ടെക്നിക്കലാണെങ്കിലും കൂടുതൽ നമ്മൾ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഷൂട്ടിന് ഇറങ്ങാറുള്ളൂ. പക്ഷെ അതൊന്ന് സിനിമയിൽ കാണാൻ അറിയരുത്. സിനിമ കാണുമ്പോൾ ആൾക്കാർ ചുമ്മാ കണ്ടുപോകണം എന്നുള്ള ഇതുണ്ട്. ഇതുവരെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ സംസാരം ഒന്നും വരാണ്ട് കഥ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അഭിനയ ക്യാരക്ടേഴ്സിലൂടെ പോവാന്നുള്ള ആഗ്രഹമുണ്ട്. എപ്പോഴും പറയൂലേ സംവിധായകന്റെ കലയാണ് സിനിമ എന്നാണല്ലോ പറയണേ. തിരക്കഥാകൃത്തിനെയും നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തും ഒരു പരിധിവരെ, അയാളുടെ കോൺട്രിബ്യൂഷൻ. ക്യാമറ പേഴ്സണെയും നമ്മൾ പറയും. ഇതിനകത്ത് നിന്നിട്ടാണ് സിനിമേന്റെ പ്രൊഡക്ഷൻ. പക്ഷെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് സിനിമേന്റെ മൊത്തം അഭിനേതാക്കളെ ഉൾപ്പെടെ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഒരു സിനിമ ആ തോട്ട് പ്രോസസ് തന്നെ വികസിക്കുന്നതെന്ന് തോന്നുന്നു. അതൊരു പുതിയ തരം മേക്കിംഗ് രീതിയാണോ? ഇപ്പോഴത്തെ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അത് എല്ലാ സിനിമയും അങ്ങനെ തന്നെ നടന്നു പോകുന്നത്. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അതിന്റെ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞത്. അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഒരാളുടെ ഐഡിയയിലാണ് സിനിമ മുമ്പോട്ട് പോകണമെങ്കിലും എല്ലാവരുടെ കൂടി സപ്പോർട്ട് കൂടിയാണ് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോ സിനിമ ഞാൻ ചോദിച്ചത് സ്ക്രിപ്റ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടേ അതിൽ നിന്ന് മാറാതെ അങ്ങനെയുള്ള പോക്കാണോ? അല്ല, അത് ആ കേസിൽ സ്ക്രിപ്റ്റ് ഞാൻ ഷൂട്ടിന് തലേദിവസം മാറ്റുന്ന ആളാണ്. കാരണം അത് നമുക്ക് ചിലപ്പോ ഷൂട്ട് ചെയ്യുമ്പോഴോ നമുക്ക് മനസ്സിലാവും അയ്യോ ഇത് തെറ്റാണല്ലോ, ചെയ്യുന്നത് ശരിയല്ലോ. അപ്പൊ അത് തെറ്റാന്ന് മനസ്സിലാക്കി അപ്പൊ തന്നെ തിരുത്താൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അത് ആരാണെങ്കിലും അത് റൈറ്റ് ആയിട്ടുള്ള സെഷൻ ആണെങ്കിൽ നമ്മളത് എടുക്കും. ഈ എഴുതുന്ന സമയത്തെ മുമ്പത്തെ മാതിരിയല്ല, നമുക്ക് എന്തും എഴുതി വെക്കാനുള്ളൊരു ഭയമുണ്ട് പൊതുവെ ആളുകൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗിൽ ഒരു വാക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നമായിട്ട് മാറാം. പഴയ മാതിരിയല്ല, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും വിമർശിക്കപ്പെടുകയും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ഒരേപോലെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ കാലത്ത് ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന റിവ്യൂസ് പ്രധാനമാണ്. സിനിമകളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഹൈപ്പ് ഉണ്ടാക്കാനും തോൽപ്പിക്കാനും ആൾ കയറ്റാതിരിക്കാനും ഒക്കെ വേണമെങ്കിൽ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു അന്തരീക്ഷം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലത്ത് ഉണ്ട്. അതെത്രത്തോളം നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്?
അങ്ങനെ എഴുതുമ്പോൾ നമ്മളൊന്നും അങ്ങനെ ഇന്ന സാധനം എഴുതരുത് അങ്ങനെ വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെന്താണോ അതന്നെയാണ് നമ്മുടെ എഴുത്തിലും വരിക. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ അതന്നെ എടുക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മളങ്ങനെ ആ രീതിയിലുള്ള ചർച്ചകളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വളർന്നു വരികയാണല്ലോ. പക്ഷെ കുറെയൊക്കെ ശരിയായി വരികയാണല്ലോ. അപ്പൊ നമ്മുടെ എഴുത്തും കുറെയൊക്കെ ശരിയായി വരുന്ന വിചാരിച്ചിട്ട് ഇന്ന സാധനം എഴുതരുത് എന്നുള്ള രീതിയിലും ചെയ്യാറില്ല. നമുക്ക് എന്താണോ വരുന്നത് അതിനെ എഴുതാറുണ്ട്, അതിനെ ഷൂട്ട് ചെയ്യാറുണ്ട്. വായനന്റെ ഒക്കെ ഒരു സ്വഭാവം എങ്ങനെയാ? ചെറുതിലേക്ക് നല്ല വായിച്ചിരുന്നോ? വായന പൊതുവെ കുറവാണ്. സിനിമകളിലാണ് കൂടുതലും. സിനിമകൾ തന്നെയാണ്. എന്ത് ഫോർമാറ്റിലുള്ള സിനിമയാണ്? മീൻസ് ഫോണിലാണോ തിയേറ്ററാണോ അതോ? തിയേറ്ററാണ്. പക്ഷെ എല്ലാ സിനിമകളും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. പഴയ സിനിമകളൊക്കെ നമുക്ക് ഫോണിലോ ലാപ്പിലൊക്കെ കാണാനുള്ളു. ഏത് ടൈപ്പ് സിനിമകളും ഏത് സമയത്താണെങ്കിലും നമുക്ക് കാണാം. എപ്പോഴും കണ്ടോണ്ടിരിക്കോ? ഒരു ടൈം വരെ ദിവസം ഒരു സിനിമ എന്നുള്ള രീതിയിലൊക്കെ കണ്ടിരുന്നു. പിന്നീട് നമുക്ക് ഇങ്ങനെ അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ല സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. ഈ OTTക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയും തിയേറ്ററിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സിനിമയെന്നും പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറിയാണ്. ഞാൻ ടെക്നിക്കലിയും കൂടിയിട്ടാ ചോദിക്കണേ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സംഗതികളൊക്കെ ഡിമാൻഡ് ചെയ്യുമല്ലോ, അതിന്റെ ഷോട്ടുകൾ അങ്ങനെ ആയിരിക്കണം, ക്യാമറ എന്നതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ്സ് വെക്കും നെറ്റ്ഫ്ലിക്സ് ഒക്കെ. തിയേറ്ററിൽ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ തന്നെയാണ്. ഇത് രണ്ടിലും തമ്മിലുള്ള മേക്കിങ്ങിൽ വ്യത്യാസമുണ്ടോ? ഞാൻ ടെക്നിക്കലിയാ ചോദിക്കണേ. തീർച്ചയായിട്ടും ഉണ്ട്. അതെങ്ങനെയാ? അത് നമ്മള് തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഒന്നാമത് വലിയ സ്ക്രീനാണ്. അപ്പൊ അത്രയും സാധ്യത നമുക്കുണ്ട്. മറ്റേത് OTT ആകുമ്പോൾ നമുക്ക് അവര് ഫോണിൽ കാണുമോ അതോ വീട്ടിലെ ലാപ്പിൽ കാണുമോ എന്ന് നമുക്കറിയില്ല. അപ്പൊ വളരെ കൂടുതലും ആ രീതിയിൽ തന്നെയുള്ള മേക്കിംഗ് ആണ്. അതിനു വേണ്ടി രണ്ട് ഡിസൈനാണ്. അപ്പൊ അത് അങ്ങനെ അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം നമ്മൾ വലിയ സിനിമ എടുത്തത് നമ്മൾ TV-യിൽ കാണാറുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങണം. OTTക്ക് വേണ്ടിയിട്ടുള്ള OTTയിൽ ഇറക്കുക ഒന്നുകൂടി നല്ലത്. നമ്മൾ ഈ സിനിമ ഡിസൈൻ ചെയ്തത് എങ്ങനെയാ? നമ്മളിതൊരു സിനിമ എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് അത് ഒരു ഡിഫറൻസ് അങ്ങനെ കൂടുതൽ കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ പുതിയ ആർട്ടിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും OTT വഴി ഇറക്കിയാലാണ് ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ അത് പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മൾ തിയേറ്റർ OTT എന്നുള്ള സാധനം ഉണ്ടായില്ല. ബേസിക്കലി ഈ സിനിമ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിനിമ എടുക്കുക. ഫെസ്റ്റിവൽ അല്ലെങ്കിൽ OTT ഒന്നും അല്ലാണ്ട് നമുക്ക് എപ്പോഴും ഇത് കണ്ടാൽ ഇഷ്ടപ്പെടണം, അത് ആളുകൾക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യണം. ആ ഒരു നിർബന്ധത്തിൽ നമ്മൾ എടുത്തത്. അത് എങ്ങനെ ഏത് രീതിയിൽ ഇറങ്ങുകയാണെങ്കിലും സന്തോഷമുള്ളൂ. നമ്മുടെ IFFK എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു 10-20-25 വർഷത്തോളമായിട്ട് നടക്കുന്ന IFFK, നമ്മുടെയൊക്കെ ഈ ഒരു തലമുറേന്റെ സിനിമ അവബോധത്തിനെ ഭയങ്കരമായിട്ട് മാറ്റി തീർത്തിട്ടുള്ളൊരു സംഗതിയാണ്. പണ്ടത്തെ ആളുകൾ ഫിലിം സൊസൈറ്റി വഴിയും അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴിയൊക്കെയാണ് ഈ ക്ലാസിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടിരുന്നത്, പുറത്തുള്ള സിനിമയൊക്കെ. പക്ഷെ നമുക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എത്രത്തോളം നമ്മൾ ഈ IFFK മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് ഫിലിം ഫെസ്റ്റിവലുകളും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ സിനിമ കാഴ്ചകളൊക്കെ മാറ്റി തീർത്തിട്ടുള്ളതെന്ന് തോന്നണേ? ഇപ്പോൾ നമുക്ക് ഫെസ്റ്റിവലുകൾ നമുക്ക് ഒരു സീരിയസ് ആയിട്ട് സിനിമകൾ കാണാനും ഡിസ്കസ് ചെയ്യാനൊക്കെ നല്ലൊരു വേദിയാണ്. ഫിലിം മേക്കേഴ്സിനാണെങ്കിൽ നമ്മൾ ചെയ്ത സിനിമകളെ കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും സിനിമയുടെ എല്ലാ വശങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പല ടൈപ്പ് ആളുകളാണല്ലോ. ആ ഒരു രീതിയിൽ ഫെസ്റ്റിവൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു വേദി തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 4 വർഷമായി IFFK പോകുന്നത്. ഇത് 5ാമത്തെ തവണയാണ് സ്വന്തം സിനിമയായിട്ട് പോകുന്നത്. അപ്പൊ അതുവരെ നമ്മൾ നിർത്താത്ത സിനിമകൾ കാണുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അത് ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടുന്ന നമുക്കുള്ള നമ്മൾ ഒരു ദിവസം 4 സിനിമ കാണണം. ആ ഒരു 8 ദിവസം ഒരു ദിവസം 4 അല്ലെങ്കിൽ 3 എന്നുള്ള സിനിമകൾ കാണുമ്പോൾ അത്രയും എണ്ണം സിനിമ നമ്മൾ വേറെ ടൈമിൽ കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ഫിലിം ഫെസ്റ്റിവലാണല്ലേ IFFK? ആദ്യത്തെ ഫെസ്റ്റിവലിന് പോകുമ്പോഴേ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ആദ്യത്തെ ഫെസ്റ്റിവലിന് പോകുമ്പോ എല്ലാ സിനിമയും കാണണമെന്നായിരുന്നു മനസ്സിലായി. പക്ഷെ സാധ്യമില്ലാന്ന് മനസ്സിലായി. ഓടി സിനിമ കാണായിരുന്നു അന്ന്. നമ്മളൊരു തിയേറ്ററിൽ നിന്ന് പണം കാണുന്നു, ഇറങ്ങുന്നു, ഓടുന്നു, അടുത്ത തിയേറ്ററിൽ പോകുന്നു. 3-4 അത്രയും സിനിമകൾ കണ്ടിരുന്നു. കൂട്ടുകാരൊക്കെ കോളേജിലും പുറത്തുള്ള ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കള്, സിനിമാ സുഹൃത്തുക്കള്. പിന്നെ രണ്ടാമത്തെ അപ്പൊ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ സിനിമ എടുക്കുന്നത്? അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മള് ആദ്യത്തെ IFFK തൊട്ട് മുമ്പത്തെ IDSFK നമ്മുടെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അപ്പൊ അത് സിനിമ ചെയ്യണം അതുണ്ട്. അപ്പൊ പിന്നീട് രണ്ടാമത്തെ ഫെസ്റ്റിവലായപ്പോ നമ്മൾ മനസ്സിലാക്കി സിനിമ കാണണം മാത്രമല്ല
മീറ്റ് ദ ഡയറക്ടർ, ഓപ്പൺ ഫോറം, അങ്ങനെ വേറെ കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേലായപ്പോൾ നമ്മൾ അതിനും കൂടി ഇച്ചിരി ടൈം കണ്ടെത്തി അതും ഇതാക്കി. മൂന്നാമതായപ്പോൾ പിന്നെ വീണ്ടും സിനിമകളായി. അങ്ങനെ അങ്ങനെ നമ്മൾ അത് ആ മൂഡിനനുസരിച്ച് ഉള്ള രീതിയിലാണ് പോയത്. ഫെസ്റ്റിവലിന്റെ ഒരു എവല്യൂഷൻ നോക്കി കഴിഞ്ഞാലേ ആദ്യമൊക്കെ ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടി വരുന്ന ആളുകള് ഒരു മുതിർന്ന ആളുകളായിരുന്നു. പ്രായത്തിലും സിനിമാ കാഴ്ചയിലും മെച്ചേർഡ് കോഴ്സിലാണ് ആ ടൈപ്പ് ആളുകളായിരുന്നു വന്നിരുന്നത്. പിന്നെ അത് അക്കാഡമിക് കക്ഷികളായിട്ട് മാറി. അതായത് സിനിമ പഠിക്കുന്ന കുട്ടികൾ, കോളേജിലും ഒക്കെ പഠിക്കുന്ന സിനിമ ഇഷ്ടമുള്ള വിദ്യാർത്ഥികളുടെ ഒരു സമൂഹം അതിനകത്തേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ നോക്കുമ്പോ അതുണ്ട്, ഈ മിക്സ് ആണ് ശരിക്കും. മറ്റേ ആ തലമുറ പോവുകയും പുതിയ തലമുറ മുഴുവനും സിനിമ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ടൈപ്പ് ആളുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് കോളേജ് പിള്ളേർ മുതൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അത് ഇപ്പൊ ഞാൻ IFFK കാണുമ്പോൾ മുതൽ തന്നെ ഇപ്പൊ ഞങ്ങള് 20 വയസ്സൊക്കെ ആ ടൈമിലാണ് നമ്മൾ പോയി തുടങ്ങിയത്. അപ്പോഴാണ് നമ്മളെ പ്രായക്കാരും ഉണ്ട്, ഒരുപാട് സീനിയർ ആയിട്ടുള്ള. അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ നമ്മളൊരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ കാണാൻ ഓടുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത് ഈ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ആളുകളാണ്. കാരണം അവർക്കും അതേ ത്രില്ലാണ്. അവിടെ ഒരു ഇറാൻ സിനിമ ഉണ്ട്, നമുക്ക് പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരുമിച്ചൊക്കെ പോയി കണ്ടിട്ടുണ്ട്. കാരണം അപ്പം നമ്മളൊന്നും അത് നോട്ട് ചെയ്യില്ല സമയത്ത് ഒരു പ്രായമുള്ള ആളാണെന്നുള്ളത്. കാരണം എല്ലാവരും സിനിമ കാണാനുള്ള ഓട്ടത്തിലാണ്. കോവിഡിന്റെ സമയത്തൊക്കെ ഏതൊരു ആ ടൈമിലുള്ള ഫെസ്റ്റിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് തല്ലു പിടിച്ച് ഇടയിൽ കൂടെ കണ്ട് അപ്പൊ ആ കാണുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിരിക്കുമ്പോ അവർക്കും പ്രശ്നമില്ല. ബേസിക്കലി സിനിമ കാണാനാണല്ലോ വരുന്നത്. അപ്പൊ നമ്മളെന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ? എല്ലാവരും സിനിമ കാണുന്നു. ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞില്ലേ? ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം. ഈ ഡോക്യുമെന്ററി ഫിലിംസും ഫീച്ചർ ഫിലിംസും ഷോർട്ട് ഫിലിംസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാ തോന്നിയിട്ടുള്ളത്? ഡോക്യുമെന്ററി ആകുമ്പോൾ റിയൽ, നമ്മള് ഒരു സൈഡൊന്നും പറയാണ്ട് റിയൽ ആയിട്ട് കാണിക്കുക. എനിക്ക് അറിയുന്നതാണ്. ഫിക്ഷൻ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള സാധനം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയുന്നതാണ്. എനിക്ക് ഫിക്ഷനാണ് അറിയുള്ളൂ, താല്പര്യവും. വായിക്കാനും ഫിക്ഷനാ ഇഷ്ടം? വായന കുറവായുണ്ട് ഫിക്ഷൻ തന്നെയാണ്. ഡോക്യുമെന്ററീസ് പൊതുവെ കാണൽ കുറവാണ്. ഇപ്പോൾ IDSFK പോയാലും നമ്മൾ ഷോർട്ട് ഫിക്ഷനാണ് കൂടുതലും കാണാൻ ശ്രമിക്കാറ്. തടവിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീ, അതിന് പൊതുസമൂഹം നോക്കിക്കാണുന്ന ഒരു രീതിക്ക് കേരളത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. അവരുടെ സദാചാരത്തിനെ കുറിച്ചിട്ട്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരെ പറ്റിയിട്ടുള്ള അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഥകൾ ഉണ്ടാവുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മളുടെ കേരളം എന്ന് പറയുന്നത്. വലിയ മാറ്റങ്ങൾ അത്ര സെൻസിറ്റീവ് ഒന്നുമല്ല. ഈ ക്യാരക്ടറിനെ രൂപപ്പെടുത്തുന്ന സമയത്തെ നമ്മൾ എന്തൊക്കെയാ ആലോചിച്ചിട്ടുള്ളത്? എനിക്ക് എല്ലാ തരത്തിലുള്ള ഇമോഷനും കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അതിപ്പോ സിനിമ കാണുമ്പോൾ മനസ്സിലായിണ്ടാവില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം അവരൊരു സിറ്റുവേഷനില് അവരും സുഹൃത്തും കൂടി ഇരുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ആലോചിച്ചത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അല്ല, അത് നമ്മളും സന്തോഷമുള്ള സമയങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് അങ്ങനെ ഡാൻസ് കളിക്കുന്നതാണല്ലോ. അപ്പൊ അതാണ് അത് നമ്മൾ പേഴ്സണലി സ്വാധീനിച്ചൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ആ ക്യാരക്ടറിനെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് എത്താൻ സാധ്യത ഇല്ലാതിരുന്നുള്ളൂ. ബാക്കി എല്ലാ രീതിയിലുള്ള ഇമോഷനിലൂടെയും ക്യാരക്ടർ പോകണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആൾക്കാർ ശ്രദ്ധിക്കാനും പാടില്ല എന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് സംഭവിക്കുന്ന രീതി തന്നെ പോകണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഡയലോഗ്സിനല്ലല്ലോ ഇതിനകത്ത് വലിയ പ്രാധാന്യമില്ല. എനിക്ക് തോന്നുന്നു വിഷ്വൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സിനിമ ഡിസൈൻ ചെയ്തപ്പോഴേ ബോധപൂർവം ഡയലോഗ്സ് ഒക്കെ ചെറിയ സാധനങ്ങളാക്കി മാറ്റിയതാണോ, വിഷ്വലിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെ തന്നെ പ്ലാൻഡ് ആണോ? അല്ല, നമുക്ക് ആവശ്യമുള്ള ഡയലോഗെല്ലാം നമ്മൾ എഴുതും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഡയലോഗ് ഓറിയന്റഡ് ആയിട്ട് പോകാണ്ട് ഷോട്ടുകളിലൂടെയും സിനിമയുടെ മൂഡിനനുസരിച്ച് കഥ മനസ്സിലാവുന്ന രീതി തന്നെ എടുക്കണം എന്നുള്ളതുണ്ടായിരുന്നു. ഡയലോഗ് ഓറിയന്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഡയലോഗ് കുറയ്ക്കൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ സിറ്റുവേഷന് വേണ്ട ഡയലോഗുകളുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പോലെ ഷൂട്ട് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ അത് ഒന്നുകൂടി വിശ്വസനീയമാക്കാം എന്നൊക്കെ ശ്രമിക്കാറുണ്ട്. അത് നമുക്ക് ഈ പ്രാക്ടീസിന് തന്നെ ഇവര് ഡയലോഗ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വേണോ, അല്ലെങ്കിൽ നമുക്കിത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ ട്രിം ആവും. പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ അതിനകത്ത് എനിക്ക് രസം തോന്നിയ ഒരു പ്രോപ്പർട്ടി എന്താ, ഒരു സോഫ ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. അതിലാണ് അവര് ഇരിക്കുന്നതും കിടക്കുന്നതും, അതിൽ നിന്ന് താഴെ വീഴുന്നത്. അവര് വീട് മാറുന്ന സമയത്തും ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന സാധനം ഉണ്ടെങ്കിൽ പോലും
ഈ സോഫയാണ് അതിനകത്ത് മെയിൻ പരിപാടി. അതിനൊരു രാജകീയ സ്വഭാവമുള്ളൊരു സോഫയും കൂടെ. അത് അവിടെ ഉണ്ടായിരുന്നത് ഉപയോഗിച്ചാണോ അങ്ങനെ തന്നെ വേണമെന്ന് തീരുമാനിച്ചാണോ? അവിടെ ഉണ്ടായിരുന്നു ഉപയോഗിച്ചാണ്. അല്ല, അത് ആ സോഫ ഈ സുജിത്ത് എന്നുള്ള ക്യാരക്ടറിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവര് പ്രോപ്പർട്ടി നമ്മുടെ ഇതിലുണ്ട്, പ്രധാനമായിട്ടുള്ള പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷെ ആ ഡിസൈനൊക്കെ നമുക്ക് നമ്മളെ ആ സ്പോട്ടിൽ നമുക്ക് ഇത് കൊള്ളാം. അപ്പൊ ഈ രാജകീയ സാധനമൊക്കെ ഫീൽ ചെയ്തപ്പോ എന്നാ കിടക്കട്ടെ തൂക്കി. അല്ല, അത് ശരിക്കും അത് ക്യാരക്ടറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് ടൈമിന് വന്നിരുന്നത്. മറ്റു ക്യാരക്ടേഴ്സോ? ഉമ്മ എന്ന് പറയുന്ന ക്യാരക്ടറും ഹംസയും ഇവര് തമ്മിലുള്ള ഒരു സൗഹൃദം രൂപപ്പെടുത്തിയെടുത്തത് എങ്ങനെയാ? ഇവര് ഇപ്പൊ പൊതുവെയുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോ നമ്മളങ്ങനെ പരസ്പരം ഞാൻ കണ്ടതിൽ അങ്ങനെ ദേഷ്യപ്പെടലോ കുറവാ. നമ്മള് ഇച്ചിരി ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിത് വളരെ എക്സ്പ്രസീവ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ കൂട്ടുകാരത്തിയോട് ദേഷ്യം വരുമ്പോ ചൂടാവണം, സ്നേഹം വരുമ്പോ കെട്ടിപ്പിടിക്കണം, ഇച്ചിരി എല്ലാവരും ഇച്ചിരി എക്സ്പ്രസീവ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പ്രശ്നങ്ങൾ വരുമ്പോ ഇവര് മൊത്തത്തില് പ്രശ്നങ്ങളാവും, ഹാപ്പി ആവുമ്പോ എല്ലാരും ഒരുമിക്കും, കുറ്റപ്പെടുത്തുമ്പോ അങ്ങനെ ചെയ്യും. അങ്ങനെ സിനിമയിൽ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ചോദിക്കാൻ കാര്യം ഇവര് റിയൽ ലൈഫിലും സുഹൃത്തുക്കളായതുകൊണ്ടേ അവരുടെ എലമെന്റ്സിനെ റിയൽ ലൈഫ് എലമെന്റ്സിന് ഇതിലേക്ക് എടുത്തിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഫിക്ഷൻ ആയിട്ട് തന്നെയാണ്. ആ ഒരു ഫ്രണ്ട്സ്, അവര് റിയൽ ഫ്രണ്ട്സ് ആയത് നമുക്കിത് സിനിമ വളരെ ഇച്ചിരി ലൈവ് ആവും. ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാര് അഭിനയിക്കുന്ന പോലെയല്ല, വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്, റിയൽ ആയിട്ട് സുഹൃത്തുക്കളാണ്. പിന്നെ ഈ ഹംസ എന്നുള്ള ക്യാരക്ടറൊക്കെ കുറെയൊക്കെ പുള്ളിയുടെ ഇൻസ്പയർ ആയിട്ടുണ്ട് എനിക്ക്. പുള്ളിയുടെ പാട്ട് പാടുന്ന സീക്വൻസ് അതൊക്കെ മൃദംഗം വായിക്കുന്നതൊക്കെ പുള്ളിയുടെ ഇൻസ്പയർ ആയിട്ടുണ്ട്. മറ്റേ രണ്ടും പ്യുവറായിട്ട് ഫിക്ഷൻ ആണ്. ഇപ്പം അതില് മറ്റ് ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് പോയിട്ടാണോ, തിയേറ്റർ ആലോചിക്കുന്നുണ്ടോ, അതോ OTT റിലീസ് ചെയ്യാനാണോ പ്ലാൻ? എന്തൊക്കെയാണ് അത്? നമ്മൾ പുതിയ സിനിമ ആയതുകൊണ്ട് തന്നെ, പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്റർ ആണെങ്കിലും OTT ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഇതുപോലെ ഉള്ള അവാർഡുകളോ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടുമ്പോൾ നമുക്ക് കുറെ കൂടി എളുപ്പമാണെന്ന് വിചാരിക്കും. അതും OTT വഴിയാണെങ്കിൽ എല്ലാവരും സിനിമ കാണുമല്ലോ. അതാണ് അവാർഡുകളെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാരമായിട്ടും മാറാറുണ്ടെന്ന് തോന്നാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ ആർട്ട് ഹൗസ് ഫിലിം ആണ് മാർക്കറ്റിൽ വിജയിക്കില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെ പിന്നീടുള്ള ഒരു സിനിമ എടുപ്പൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കൊമേഴ്സ്യൽ ലൈനിൽ അത് പോവില്ല. അങ്ങനത്തെ ആശങ്കയുണ്ടോ? ഇല്ല, അങ്ങനെ ആശങ്കകളൊന്നുമില്ല. നമ്മള് ഇപ്പൊ അടുത്ത സിനിമ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണെന്നാണ് ആഗ്രഹം. അപ്പൊ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നപ്പോ തന്നെ നമ്മള് പരിപാടി തുടങ്ങി. എപ്പോഴാണോ ഓണം വന്നത് അപ്പൊ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ. ഇപ്പൊ കൂടെ ഉള്ളവരാണെങ്കിലും പേരിൽ എഴുതുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു സിനിമ, അവാർഡല്ലാത്തൊരു സിനിമ. ഈ സിനിമ കണ്ടിട്ടേ ഉള്ള ആളുകളുടെ ഒരു റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പല ടിവിയിലും അല്ലാണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഫിലിം മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഫിലിം മേക്കേഴ്സിന്റെ അഭിപ്രായങ്ങളാണ്. അവര് ഫെസ്റ്റിവലിന് ഫിലിം മേക്കേഴ്സ് സിനിമ കണ്ടിട്ട് ഒരുപാട് നമ്മൾ കാണാത്ത രീതിയിലൊക്കെ അവര് ഒരുപാട് സിനിമയെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷമായി. കാരണം ശ്രുതി ശരണ്യം, ജിയോ ബേബി അവരൊക്കെ സിനിമ കണ്ടിട്ട്, ഡോൺ പാലത്തറ ഇപ്പൊ നമ്മളിപ്പം മത്സരിക്കുന്ന അവരൊക്കെ പേഴ്സണലി വന്ന് കണ്ടിട്ട് നമ്മളെ സിനിമയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ നമുക്ക് വളരെ ഒരു നമ്മളപ്പം മത്സരത്തിനുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ നമ്മളോട് നേരിട്ട് വന്ന് സിനിമനെ പറയുന്നു, മറ്റുള്ളവരിലേക്ക് സിനിമ എത്തിക്കുന്നു. ഇവരൊക്കെയാണ് ഫെസ്റ്റിവലിലെ ആളുകളിലേക്ക്, ഒരുപാട് ആളിലേക്ക് എത്തിയത്. കാരണം ഒരുപാട് കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാരാണല്ലോ. ആൾക്കാരോട് സജസ്റ്റ് ചെയ്ത് ഈ സിനിമ കാണണം. അപ്പൊ അത് വളരെ ഫിലിം മേക്കേഴ്സ് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു.